ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തേത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. നിങ്ങൾ കുറേ പേര് കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ വന്നതിന് ശേഷം നമ്മളുടെയൊക്കെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മളുടെയൊക്കെ റൂട്ടീനിലൊക്കെ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങളൊക്കെ. നമ്മൾ എണീക്കുന്ന സമയം, നമ്മൾ കിച്ചണിൽ വരുന്ന സമയമൊക്കെ ആകെ ഡിസോർഡർ ആയിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴാണ് കിച്ചണിൽ കയറിയത് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഉമ്മാൻ്റെ ഷുഗർ ലെവൽ കുറച്ചൊന്നും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ നടത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ കുറച്ച് കൺട്രോളൊക്കെ, ഫുഡിലൊക്കെ കുറച്ച് കൺട്രോളൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ ഇതാ അൽഹംദുലില്ലാഹ് ഷുഗറൊക്കെ നല്ല കൺട്രോളായി വന്നിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ തലേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് പുട്ടുപൊടി വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ പൊടിപ്പിച്ച പുട്ടുപൊടിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ ഒരു കാലി ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ തലേദിവസം നമ്മൾ പുറത്ത് പോയപ്പോൾ കൊണ്ടുവന്ന ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് കഴിക്കുകയാണ്. പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. കുറച്ച് പൊടി എടുത്താൽ തന്നെ നല്ലോണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. തലേ ദിവസത്തെ കുറച്ച് പൊട്ടാറ്റോ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടിന് ഇവിടെ അധികം എല്ലാവർക്കും പപ്പടമാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ പപ്പടം പൊരിക്കുകയും ചെയ്യുക, പിന്നെ ഈ ഒരു കറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷെസിനാണ് മെയിനായിട്ട് ഇവിടെ പുട്ടിലേക്കൊക്കെ കറി ആവശ്യമുള്ളത്. പിന്നെ ഇതാ കുറച്ച് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ തേങ്ങയുടെ കൂടെ പുട്ടിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പുട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ സാധാരണഗതിയിൽ അസ്കർക്കാക്ക് കോളേജ് ഉണ്ടെങ്കിൽ ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, എന്തോ പാർട്ടി ഉണ്ട്, അതുകൊണ്ട് ഇന്ന് കൊണ്ടുപോകണില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പണിയൊന്നും നോക്കുന്നില്ല. ഇപ്പോൾ ഇത് അസ്കർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഇപ്പോൾ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷെയ്സുകുട്ടന് 9:30 ആകുമ്പം ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് വിളിക്കണം. അപ്പം എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്, എന്നാലും എങ്ങനെയെങ്കിലും പൊക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ റെഡി ആയിക്കോളും. അപ്പം അവനെ ഒന്ന് വിളിച്ചുണർത്തി അവനെ ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
ഇന്ന് നമ്മളുടെ ഹെൽപ്പിന് വരുന്ന താത്ത വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ അവരുടെ പണികളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഷെയ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷെയ്സിനോട് ജസ്റ്റ് നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ തലേദിവസം ഇന്നത്തേക്കുള്ള കഷ്ണ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് വെള്ളം ഒഴിച്ച് വെക്കട്ടെ, തണുപ്പൊക്കെ ഒന്ന് പോവാൻ. ഷെസികുട്ടനും ഇത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷെയ്സുകുട്ടൻ്റെ ക്ലാസ്സിലിരുന്നു. ഞാനിരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനെ നല്ലോണം ശ്രദ്ധിക്കൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ മാം പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഷെയ്സിന് ഉമ്മ കുളിപ്പിച്ചിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ഡ്രസ്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്ന ചോറാണ് ഇഷ്ടം. അവർക്ക് ഷുഗറിന് അതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ട്. ഇത് കുറച്ച് ചെമ്മീൻ പൂവാണ്. അപ്പോൾ അതും മാങ്ങയും കൂടെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. കറിയിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിനിടയിൽ നമുക്ക് പ്ലേറ്റുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയും ചെയ്യാം. അപ്പോഴാണ് എനിക്ക് അലക്കാനുള്ളത് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ വേഗത്തിൽ അലക്കാനുള്ളതും കൂടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷെസിൻ്റെ അന്ന് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അവന് ഡിക്റ്റേഷനും ഇടുന്നുണ്ട് ഇതിനിടയിൽ നമ്മളുടെ തേങ്ങയൊക്കെ വറവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് 1/4 ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെമ്മീൻ പൂവ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം, നല്ലോണം വേവിച്ചെടുക്കുക. അതിൻ്റെ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെന്ത് വന്ന് അതിൻ്റെ സ്റ്റോക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെമ്മീൻ പൂവ് കറിയിൽ കടന്നാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഈ പൂവ് അതിലേക്ക് തന്നെ ഇടാം കേട്ടോ കറിയിലേക്ക്. ഈ ഒരു മാങ്ങയാണ് നമ്മൾ കറിയിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലേക്ക് മാങ്ങ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത തേങ്ങയൊന്ന് അരച്ചെടുക്കണം.
മീനിലെ ഐസൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇനി മീനൊന്ന് മസാല പുരട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളുടെ കറിയിലെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കയ്യിലുകളും അതുപോലെ തന്നെ സ്പൂണുകളൊക്കെ ഇപ്പോൾ തുടച്ചിട്ടാണ് കേട്ടോ ഹോൾഡറിലേക്ക് വെക്കാറ്. ഇല്ലാന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഇതിനടിയിൽ കറയൊക്കെ വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അതിലേക്ക് തുടച്ചൊക്കെ വെക്കുകയാണ്. പിന്നെ ഈ ഹോൾഡറിനെ കുറിച്ച് ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ഹോൾഡർ നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ഏത് ഷോപ്പാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ വലുത് രണ്ടും നമ്മൾ ദുബായി പോയ സമയത്ത് ഒരു 2-3 വർഷം മുന്നേ, നമ്മൾ ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ പോയ സമയത്ത് വാങ്ങിച്ചതായിരുന്നു. ഇപ്പോൾ കിച്ചണിലെ പണികളെല്ലാം തീർന്നു. കുറച്ച് വേസ്റ്റ് കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കത്തിക്കട്ടെ. ഷെസിന് വേഗം ചോറ് കൊടുത്തിട്ട് കുളിക്കാൻ പോകണം. ഷെസിന് 1:10 ക്ലാസ് തുടങ്ങും. അപ്പം ഫുഡ് നേരത്തെ കൊടുക്കലാണ്. ഷെസിൻ്റെ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും ഞാൻ വേഗത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ അവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അവന് ക്ലാസ് ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവനെ പഠിപ്പിക്കലും ഇതൊക്കെ ആയിട്ട് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നോമ്പിൻ്റെ പണികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ ഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ ദിവസം മുഴുവനായിട്ട് അങ്ങോട്ട് നോമ്പ് പണി ചെയ്യാമെന്ന് അങ്ങനെ വിചാരിക്കാൻ പറ്റണില്ല. അപ്പോൾ കുറച്ചായിട്ട് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോരുത്തർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കിച്ചണിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. മുഴുവനാക്കാതെയാണ് ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നത്. മുഴുവനാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ക്ലാസ് ആകുമ്പോഴത്തേക്ക് എൻ്റെ കുളിയൊന്നും കഴിയില്ല. പിന്നെ ഞാനും ഷേസിയും മാത്രമേ ഉള്ളൂ കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾക്കുള്ള കറിയൊക്കെ ഇതാ ഈ ഒരു ചെറിയ കുഞ്ഞ് ചട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് പഴയ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയതായിരുന്നു. അപ്പോൾ അതിൽ കറിയൊക്കെ വിളമ്പാന്ന് വിചാരിച്ചു. ഷേസക്കും അതൊക്കും പൊടിയൊക്കെ കുറുക്കി കൊടുത്തിരുന്ന ചെറിയ പാത്രമാണത്, മൺപാത്രമാണത്. ഷേസ പുട്ടും മീൻ കറിയാണ് കേട്ടോ കഴിക്കുന്നത്. അവൾ മീൻ കറി ഫാനാണ്. പുട്ടും മീൻ കറിയും നല്ല ഇഷ്ടമാണ്. അപ്പം അതാണ് കഴിക്കുന്നത്. പിന്നെ തലേദിവസത്തെ മാന്തള മീനും ഉണ്ടായിരുന്നു. അതൊക്കെ അവളുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവളും കഴിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്. ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് മടക്കി വെക്കുകയാണ്. നേരത്തെ അലക്കിയതൊക്കെ ഉമ്മ ചിക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ മടക്കി വെക്കാൻ ഇതാ ഷെയ്സും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ ഷെയ്സൊക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഷെസിനൊക്കെ ഫ്രീ ആണ്. ഷെസിൻ്റെ ക്ലാസ്സിനും ഷെയ്സിൻ്റെ ക്ലാസ്സിനുമാണ് ഞാനും അവരുടെ കൂടെ ഇരിക്കേണ്ടത്. അല്ലാത്ത സമയം മാത്രമാണ് നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്നത്. അപ്പോൾ അതാണ് 8 മണി വരെ, രാത്രി 8 മണി വരെ നമ്മളുടെ വീട്ടിൽ ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. സാറ്റർഡേ സൺഡേ മാത്രമാണ് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുക, ഷെയ്സിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ 3 ആളും ഈ യുക്കലേലിയിലാണ് കേട്ടോ ഫുൾ ടൈം കളി. ഇപ്പോൾ ഷെയ്യും മക്കളും ഗൾഫിലൊന്നും പോയതല്ല കേട്ടോ. കുറേ പേര് എപ്പോഴോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾ പോയോന്നൊക്കെ. അവളുടെ വീട്ടിൽ പോയതാണ് കുറച്ച് ദിവസം നിൽക്കാൻ. അപ്പോൾ ഇനി അവൾ വന്നിട്ടും ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിക്കുക. അവളുള്ള സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും ഷൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പം ആസ്കറൊക്കെ വന്നു. പിന്നെ ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ രാത്രി വരെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഓൺലൈൻ ക്ലാസ് ആയിട്ടൊക്കെ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം കുറച്ച് സമയം നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിരിക്കും എന്നല്ലാതെ, അല്ലെങ്കിൽ കളിക്കും എന്നൊക്കെ എന്നല്ലാതെ വേറെ ഒന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ വെറുതെ വീട്ടിൽ പോവാണ് കേട്ടോ. ഇന്ന് മോളി വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രിപ്പ് പോയ സമയത്ത് അവളെ അവളുടെ വീട്ടിലേക്ക് ആക്കിയതായിരുന്നു. അപ്പോൾ അവൾ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് പോയിട്ട് കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് പോവാണ്. ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് മോളിക്ക് എന്താണെന്നൊക്കെ. മോളി പ്രഗ്നൻ്റ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ദൂരയാത്രയൊന്നും അധികം വേണ്ട എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ കഴിഞ്ഞ നമ്മളുടെ ഫാമിലി ട്രിപ്പിലൊന്നും വരാതിരുന്നത്. അപ്പോൾ മോളി അമ്മനും കാക്കിയൊന്നും അപ്പോൾ എത്തിയിട്ടില്ല, കുറച്ച് നേരം കഴിയും എത്താനെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഷെയ്സിന് 7:20 ക്ലാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഒരുമിച്ച് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ്. അപ്പം അങ്ങനെ വീട്ടിലവരെത്തി അപ്പോൾ തന്നെ ഞങ്ങൾ ഇതാ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ ട്രിപ്പിനൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പം മന്തിയും ഗ്രില്ലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയത്, കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. 8:30 ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ നമ്മളങ്ങനെ മെല്ലെ മെല്ലെ സംസാരിച്ചൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 10:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിച്ചിട്ട് നമ്മളൊക്കെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പം അവരുടെ കാർ അവിടെ വഴിയിൽ നിർത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കൂട്ടിലങ്ങാടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും ഉമ്മയപ്പൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ പിറ്റേ ദിവസം രാവിലെ ചൂടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനി പറയുന്നില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.